ശബരിമല ഉൾക്കൊള്ളുന്ന വാർഡും അത് നിലകൊള്ളുന്ന പെരുനാട് ഗ്രാമപഞ്ചായത്തും LDF ആണ് ജയിച്ചത്. ശബരിമല വിശ്വാസികളുടെ കേന്ദ്രമായി നിലകൊള്ളുന്ന പന്തളം മുനിസിപ്പാലിറ്റി അത് BJP ഭരിക്കുകയായിരുന്നു കഴിഞ്ഞ 5 വർഷം. BJPയിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പന്തളം മുനിസിപ്പാലിറ്റി പിടിച്ചെടുക്കുകയുണ്ടായി. മാധ്യമങ്ങൾ തുടർച്ചയായി നടത്തിക്കൊണ്ടിരുന്ന തെറ്റായ പരാമർശങ്ങൾ, പ്രചാരവേലകൾ, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ആശയത്തിന് വലിയ രീതിയിൽ പ്രചരണം നൽകിയിട്ടുള്ള ഈ മാധ്യമ ശൃംഖലകളുടെ പ്രവർത്തനം ജനങ്ങളിൽ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടായി നിലകൊണ്ടു എന്നുള്ളത് ഞങ്ങൾ ആദ്യം തന്നെ ചൂണ്ടിക്കാണിച്ചതാണ്. അത് ശരിയുമായിരുന്നു. പണക്കൊഴുപ്പിൻ്റെ വലിയ സ്വാധീനം ഈ തെരഞ്ഞെടുപ്പിൽ BJPയും UDFും ഉപയോഗിച്ചിട്ടുണ്ട്. കാശ് കൊടുത്ത് വോട്ട് വാങ്ങുക എന്ന സമീപനം കേരളത്തിൽ ഒരു പുതിയ രീതിയായി ഇപ്പോഴും കണ്ടുവരികയാണ്. ഈ തെരഞ്ഞെടുപ്പിലും അത് ദൃശ്യമായിരുന്നു എന്നുള്ളതാണ് പറയാൻ സാധിക്കുക. വമ്പിച്ച പണക്കൊഴുപ്പും മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിയുള്ള കള്ളപ്രചരണവും നടത്തി BJP കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വാർഡുകളിൽ മത്സരിച്ചിരുന്നു. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അവർക്ക് 15.56% വോട്ട് ലഭിച്ചിരുന്നു. അതിനേക്കാൾ കൂടുതൽ സീറ്റിൽ മത്സരിച്ച ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ 16.06% വോട്ടാണ് ലഭിച്ചത്. നേരിയ വർധനവ്. എന്നാൽ ഞങ്ങൾ 25% വോട്ടും 25% സീറ്റും കരസ്ഥമാക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അമിത്ഷാ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും ജനങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് തൃശ്ശൂരിൽ അവരുടെ പ്രവർത്തക സമ്മേളനത്തിൽ അവകാശവാദം ഉന്നയിച്ചത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 19.40% വോട്ട് BJPക്ക് ലഭിക്കാൻ സാധിച്ചിരുന്നു. യഥാർത്ഥത്തിൽ ആ വോട്ട് ഇപ്പോഴും കുറഞ്ഞ് 16.06% കുറഞ്ഞു നിൽക്കുന്ന നിലയാണ് ഉണ്ടായത്. മാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തിലും മിക്കവാറും അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പാലക്കാടാണ് അവർ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം. പാലക്കാട് കേവല ഭൂരിപക്ഷം അവർക്ക് ലഭിച്ചില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.